പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട്, കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇരുന്നുകൊണ്ട്, ശാലോം വിഷന്റെ മുമ്പിൽ ത്യാഗപൂർവം വചനശ്രവണത്തിനായി കാത്തു നിൽക്കുന്ന സർവ്വ ദൈവമക്കളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കണ്ണുനീരിൻ്റെ ചരിത്രങ്ങളെയും നിന്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഹൃദയ കവാടം തുറന്നു തരണമേ. പ്രിയപ്പെട്ട മകളെ, ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി പരിശുദ്ധാത്മ തന്നിരിക്കുന്ന വചനം ഏശയുടെ പുസ്തകം 25-ാം അധ്യായം 8-ാം തിരുവാക്യം. അതിപ്രകാരമാണ്: സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ മനസ്സിരുത്തി ഒന്ന് ശ്രദ്ധിക്കണേ. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. എൻ്റെ മകളെ, കണ്ണുനീരിൻ്റെ ചരിത്രവുമായി നിൽക്കുന്നവർ, കുടുംബങ്ങളിലും തലമുറകളിലും ഇടവയിൽ നിന്നും കണ്ണുനീർ ചാലുകൾ ഒഴുക്കിയിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്മ ചെയ്തിട്ടും തിന്മയാണെന്ന് വ്യാഖ്യാനിച്ച് പല വിധത്തിലുള്ള അപമാനങ്ങൾ സമൂഹ മധ്യത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന യേശുവിന്റെ സകല പുത്രന്മാർ പുത്രികൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മകളെ, ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ തിരമാലകൾ പോലെ വന്നാലും അവഗണനകളും പരാജയങ്ങളും കുന്നുകൂടിയാലും ദുഃഖ ദുരിതങ്ങൾ തീവെയിൽ പോലെ കടന്നു വന്നാലും തളരാതെ പോകണമെങ്കിൽ ദൈവിക പദ്ധതിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയണം. ദൈവത്തിന് എന്നെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ദൈവികമായ പദ്ധതിയുണ്ട്. ദൈവിക പരിപാലനയ്ക്കും ദൈവിക പദ്ധതിക്കും നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. മാനുഷികമായ ആലോചനയേക്കാൾ ഉപരിയായി ദൈവികമായ ആലോചനകൾക്ക്, പ്രായോഗികമായ ബുദ്ധിയേക്കാൾ ഉപരിയായി ദൈവികമായ പദ്ധതിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് എന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പൂവണിയുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജെറമ്യയുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം: നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അതെന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എൻ്റെ മകളെ, ഒരുപക്ഷെ ദാരിദ്ര്യ ദുഃഖത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടാകാം, കടക്കണിയിൽപ്പെട്ട് വീണുഴലുന്നവരുണ്ടായിരിക്കാം, കഷ്ടനഷ്ടങ്ങൾ വന്ന് ഇനി എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന സമൂഹം ഇതിനകത്തിരിക്കുന്നുണ്ട്. രോഗങ്ങളും വിട്ടുമാറാത്ത മാറാ രോഗങ്ങളൊക്കെയായി മനസ്സ് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഒപ്പം വേദനകൾ, വേദനയ്ക്ക് മുകളിൽ വേദനകൾ വന്ന് നിൽക്കുന്ന അനേകം മക്കൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്: ദൈവീക പദ്ധതിക്ക്, ദൈവീക നിയോഗങ്ങൾക്കായി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ഈശോയിൽ കൂടുതൽ വിശ്വസിക്കാൻ,
ഈശോയിൽ കൂടുതൽ ആശ്രയിക്കാൻ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ, എന്റെ കുടുംബത്ത്, എന്റെ സമൂഹത്ത് ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയാൻ കഴിയണമെങ്കിൽ ദൈവിക പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ സ്വാഭാവികമായ ബുദ്ധികളെല്ലാം വിട്ടുപേക്ഷിക്കുക. ദൈവികമായ പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. എന്റെ മകളെ, ജീവിതം പരാജയത്തിന്റെ ചരിത്രം എഴുതി കുറിക്കാനുള്ളതല്ല. ജീവിതം വിജയത്തിന്റെ ചരിത്രങ്ങൾ എഴുതി ചേർക്കേണ്ടവരാണ് ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ പ്രകടിതമായി തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹോശേയയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, ജനതയുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതമാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു അത്ഭുത പ്രവൃത്തി നിന്റെ നാളിൽ പ്രവർത്തിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിന്റെ താളുകൾ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മുന്നോട്ട് നീങ്ങുകയാണ്. കാനാൻ നാടിനെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതാ തങ്ങളുടെ മുമ്പിൽ ഒരു വലിയ മതിൽ, മനുഷ്യന് നിരൂപിക്കാൻ പറ്റാത്ത വണ്ണത്തിലുള്ള കനത്ത കോട്ട കൊത്തളങ്ങൾ കൊണ്ടുണ്ടാക്കിയ കനത്ത മതിൽ. ദൈവമായ കർത്താവ് ജോഷുവയോട് പറഞ്ഞു, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട്, പുരോഹിതരെ കൂട്ടിക്കൊണ്ട് 6 നാൾ ദിവസം ജെറിക്കോ മതിലിന് ചുറ്റും വലം വയ്ക്കുക. 7-ാമത്തെ ദിവസം വാഗ്ദാന പേടകവും പുരോഹിതരും ദൈവജനവും കൊമ്പും കുഴലുമായി യാത്ര ചെയ്യുക. അവസാനത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ജെറിക്കോ മതിൽ വീഴും. മനുഷ്യബുദ്ധിക്ക് ഇത് വിശ്വസിക്കാനാകുമോ? മനുഷ്യബുദ്ധിക്ക് ഇത് ഏറ്റെടുക്കാൻ സാധിക്കുമോ? പ്രായം കവിഞ്ഞു നിൽക്കുന്ന നിന്റെ മകളുടെ വിവാഹം നടത്തിത്തരുന്നത് വിശ്വസിക്കാനാകുമോ? കടക്കടിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കോളം നിൽക്കുന്നവർക്ക് എനിക്കൊരു കച്ചിത്തുരുമ്പ് കാണിച്ചു തരുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? മനുഷ്യബുദ്ധിക്ക് അപ്പുറമാണ് ദൈവികമായ പദ്ധതി. മനുഷ്യബുദ്ധിക്ക് അപ്പുറമാണ് ദൈവികമായ പദ്ധതി. സഹോദര, തിരുവോസ്തിയിൽ സർവശക്തനായ ദൈവമാണ് എഴുന്നള്ളിയിരിക്കുന്നതെന്ന് നിനക്ക് വിശ്വസിക്കാനാകുമോ? ഒരു പാവപ്പെട്ട പുരോഹിതന്റെ മുമ്പിൽ പോയി മുട്ടുമടക്കി ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറവുകൾ ഏറ്റുപറയുമ്പോൾ നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ് എന്ന് നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇന്നിതാ ദൈവമായ കർത്താവ് പറയുന്നു, മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന്. മനുഷ്യർക്ക് പ്രിയപ്പെട്ടത് ദൈവത്തിന് അപ്രീതി ജനിക്കുന്നതായിരിക്കാം. മനുഷ്യന് 100% ശരിയാണെന്ന് വിശ്വസിക്കുന്നത് ദൈവസന്നിധിയിൽ അത് തിന്മയാകാം, ശരിയല്ലാത്തതാകാം. മനുഷ്യദൃഷ്ടിയിൽ പുണ്യമായി കരുതുന്നത് ദൈവസന്നിധിയിൽ പാപമായേക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ദൈവത്തിന്റെ ബുദ്ധി എന്ന് നീ വിശ്വസിക്കണം. ദൈവീകമായ കഴിവുകൾ, ദൈവീകമായ വഴികൾ നീ അറിയണം. ദൈവികമായ പദ്ധതി നീ അറിയണം. ദൈവികമായ കാര്യങ്ങൾ നീ വ്യാപൃതമാകണം. അപ്പോഴാണ് ദൈവത്തിന്റെ മനസ്സറിയാൻ സാധിക്കുക. ദൈവത്തിന്റെ മനസ്സറിഞ്ഞാൽ മാത്രമേ ദൈവിക പദ്ധതിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവത്തിന്റെ മനസ്സറിയാൻ സാധിക്കുക? ജ്ഞാനം വേണം, വിവേകം വേണം, വിനയം വേണം, വിശ്വാസം വേണം. എങ്കിൽ മാത്രമാണ് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ്
പ്രവർത്തിക്കാൻ സാധിക്കുക. സ്വാഭാവികമായ തലത്തിൽ നിന്ന് അതിസ്വാഭാവിക തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. സ്വാഭാവികമായ തലത്തിൽ നിന്ന് അതിസ്വാഭാവികമായ തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ നിത്യരക്ഷയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ നിത്യരക്ഷയാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യനോ താൽക്കാലികമായ രക്ഷയാണ്. മരണത്തിന് അപ്പുറമുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ പദ്ധതികളെല്ലാം താൽക്കാലികമാണ് മക്കളെ, താൽക്കാലികമാണ്. താൽക്കാലികമായ കാര്യങ്ങളിലേക്കാണ് അവൻ കണ്ണു നടന്നത്. ശരീരത്തിന്റെ കാര്യങ്ങളിലേക്കാണ് അവൻ കണ്ണു നടന്നത്. എന്നാൽ ദൈവമാകട്ടെ നോക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതത്വമാണ്. ശരീരത്തിന്റെ സംരക്ഷണത്തെക്കാൾ ഉപരിയായി ആത്മാവിന്റെ സംരക്ഷണത്തിന് ദൈവമായ കർത്താവ് പ്രാധാന്യം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവിക പദ്ധതിയെ നീ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. സിറിയയിലെ സൈന്യാധിപനായിരുന്ന നാമാൻ പ്രവാചകൻ കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ തന്റെ വീട്ടിൽ നിന്ന ഒരു ഇസ്രായേൽക്കാരി പെൺകുട്ടി തന്റെ ഭാര്യയോട് പറഞ്ഞതനുസരിച്ച് നാമാൻ പ്രവാചകൻ എലീശ പ്രവാചകന്റെ സ്ഥലത്തേക്ക് യാത്രയാകുകയാണ്. എലീശ പ്രവാചകൻ സർവ്വസൈന്യാധിപനെ കണ്ടു കഴിഞ്ഞപ്പോൾ, നാമാനെ കണ്ടു കഴിഞ്ഞപ്പോൾ എലീശ പറഞ്ഞു, നീ പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. സൈന്യാധിപന് ഇത് വളരെ എളുപ്പമായിട്ട് തോന്നി. ഞങ്ങളുടെ നാട്ടിൽ വലിയ വലിയ നദികളില്ലാഞ്ഞിട്ടാണോ ഈ ചേറും ചെളിയും നിറഞ്ഞ യോർദാൻ നദിയിൽ പോയി കുളിക്കാൻ പറയുന്നത്? ഉള്ളിൽ പിറുപിറുപ്പ്, മുറുമുറുപ്പ്. അപ്പോൾ സഹ പടയാളികൾ പറഞ്ഞു, ഒരു ഗൗരവമുള്ള കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങ് ഇതനുസരിക്കുമായിരുന്നു. ഇതൊരു നിസ്സാരമായ കാര്യമായതുകൊണ്ടല്ലേ? പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പോകാം. രഥത്തിൽ കയറി യാത്രയായി. യോർദാൻ നദിയുടെ അടുത്തെത്തി. രഥം തുറന്ന് ഇതാ യോർദാൻ നദിയിലേക്ക് ഇറങ്ങുകയാണ്. 1-ാം പ്രാവശ്യം മുങ്ങി, ഒരു മാറ്റവും നടന്നില്ല. 2-ാം പ്രാവശ്യം മുങ്ങി, ഒരു മാറ്റവും നടന്നില്ല. 3-ഉം 4-ഉം 5-ഉം 6-ഉം പ്രാവശ്യം കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസവും വന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, വചനം പഠിപ്പിച്ചു തരുന്നു, 7-ാം പ്രാവശ്യം യോർദാൻ നദിയിൽ മുങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യന് വെളുപ്പിക്കാൻ പറ്റാത്ത വണ്ണത്തിൽ സൗന്ദര്യമുള്ള ശരീരമായി നാമാന്റെ ശരീരം രൂപാന്തരപ്പെട്ടു. മനുഷ്യന്റെ ബുദ്ധിക്ക് സാധിക്കുമോ ഇത്? ഒരു യോർദാൻ നദിയിൽ മുങ്ങിക്കൊളിച്ചാൽ കുഷ്ഠരോഗം മാറുമെന്ന് മനുഷ്യബുദ്ധിയേക്കാൾ ഉപരിയായി ദൈവിക പദ്ധതിക്ക് വിട്ടുകൊടുക്കുന്നവരിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, അഭിഷേകങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ഒരു ആശുപത്രിയുടെ വരാന്തയിൽ ഇരുന്ന് ഒരു കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ കടന്നു വരുമ്പോൾ കുട്ടി കിടന്ന് കരയുകയാണ്. കുട്ടി കരയുന്നതിന്റെ ശരീരത്തിൽ ഏൽക്കുന്ന വേദന ഓർത്തുകൊണ്ടാണ്. അമ്മ കരയുന്നത് കുഞ്ഞിന്റെ മാറാരോഗത്തെ ഓർത്താണ്. പലപ്പോഴും നാം കരയുന്നത് ശരീരത്തിന്റെ അസൗകര്യങ്ങൾ ഓർത്താണ്. ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് കരയുവാനോ ചികിത്സ തേടാനോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. നാം കണ്ടിട്ടില്ലേ മകളെ, നാവിന് രുചികരമായത് ശരീരത്തിന് ഉപകാരപ്പെടുന്നില്ല. കാഴ്ചയ്ക്ക് ഉപകാരമായത് മനസ്സിന് ഉപകാരമായി തീരുന്നില്ല. ഉപകാരമില്ല എന്ന് കരുതുന്ന രോഗങ്ങളും വേദനകളും തകർച്ചകളും കടക്കടികളും അവഗണനകളും പരിഹാസങ്ങളുമാണ് നിന്റെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നതെന്ന്
എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് സത്യമാണ്, നമ്മുടെ സ്വപ്നങ്ങൾ തള്ളി തകർക്കുന്നതും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന വഴികൾ അടച്ചു കളയുന്നതും നമ്മെ നശിപ്പിക്കാനല്ല, ദൈവത്തിന്റെ പദ്ധതി, ദൈവികമായ വഴികൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അപ്രകാരം ചെയ്യുന്നതെന്ന് വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുക. എന്റെ മകളെ, മാനുഷിക ബുദ്ധിക്ക് അതീതമാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് നീ മനസ്സിലാക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു പുതിയ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിട്ട് ഉന്നതമായി ജോലി കിട്ടി അപ്പനെയും അമ്മയെയും സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അതിഭയങ്കരമായിരിക്കുന്ന ഒരു രോഗം വന്ന് പരീക്ഷയിൽ അവൻ തോറ്റുപോകുന്നത്. അല്ലെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് ആവേശത്തോടെ വളരെ ഉത്സാഹത്തോടെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു അപകടം വന്ന് പിടയുന്നത്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം അറിയപ്പെട്ടവരെ? മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ് ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് ആർക്കൊക്കെ കഴിയുന്നുവോ അവരിലേക്കാണ് ദൈവത്തിന്റെ കൃപകൾ നദി പോലെ ഒഴുകുന്നത്. മനുഷ്യർ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിലും ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, നമ്മ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യർ ദൈവത്തെ മറക്കുമ്പോഴും ദൈവം മനുഷ്യനെ, എന്നെ, നമ്മെ ഓരോരുത്തരെയും തന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഉള്ളം കൈയിൽ പേരെഴുതി വെച്ച് നമ്മെ ഓർക്കുന്നുണ്ട്. മനുഷ്യന് വേണ്ടെന്ന് പറയുമ്പോഴും ദൈവം ഉള്ളിലിരുന്ന് പറയുന്നു, മോനെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ ബലഹീനനാണെങ്കിലും, നീ രോഗിയാണെങ്കിലും, നിനക്ക് ഒത്തിരിയേറെ കുറവുണ്ടെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ചിലപ്പോൾ തന്നെ വേണ്ട എന്ന് പറയുമ്പോൾ പോലും ദൈവം നമ്മോട് പറയുന്നു, നിനക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ എന്റേതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവീകമായ ചിന്ത നമുക്ക് കിട്ടുന്നത്, ഈ ദൈവീകമായ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജ്ഞാനം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ്, വിശ്വാസം നമ്മൾ ഉജ്ജ്വലിക്കാൻ തുടങ്ങുമ്പോഴാണ്, വിശ്വാസം അഭിഷേകമായി തീരുമ്പോഴാണ് ഇത് സാധ്യതമായി തീരുന്നത്. നമുക്കറിയാമല്ലോ, ശിഷ്യന്മാർ, മുക്കുവന്മാർ ഒരു അറിവും ഇല്ലാത്തവരാണ്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ അമ്മയും സ്ത്രീകന്മാരും പ്രാർത്ഥിച്ചിരിക്കുന്ന നേരത്ത് ഉന്നതത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് അഗ്നിസ്വരൂപനായി കടന്നു വരികയാണ്. അവിടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിക്കുകയാണ്, അവിടെ മനസ്സ് അഭിഷേകം കൊണ്ട് നിറയുകയാണ്. ഓരോ ശിഷ്യന്മാരും ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പിന്നീട് ഒരിക്കലും യേശുവിന് അവർ അകന്നു പോയിട്ടില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണമെങ്കിൽ ഉന്നതത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് എന്നിലും നമ്മിലും വന്ന് നിറയണം. ഇന്ന് തിരുസഭയിൽ പരിശുദ്ധാത്മാവ് നിറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഓരോ സമൂഹ മധ്യത്തിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ മാത്രമേ ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ വെളിവ്, ദൈവത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാ ശക്തി നമ്മിൽ പ്രകടമാകുന്നത്. മകളെ, നമുക്ക് പിതാവായ ദൈവത്തിന്റെ കൈകളിലേക്ക്
നമ്മളെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പറയണം, ദൈവമേ, നിന്റെ ദൈവീക പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവിക രഹസ്യങ്ങൾ വായിച്ചെടുക്കുവാൻ ഉന്നതത്തിന്റെ ശക്തിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. എന്നും മിഴികൾ പൂട്ടി കരങ്ങൾ കൂപ്പി ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവിക ശക്തി, ദൈവിക പദ്ധതി നമ്മിൽ പൂവണിയെന്ന് കാണാൻ സാധിക്കും. ചോദ്യം ചെയ്യാതെ എല്ലാം അനുസരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ, വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ, സ്ത്രീകന്മാരെ പോലെ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അന്നാണ് ദൈവിക പദ്ധതി നമ്മിൽ പൂവണിയാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയം വെക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാത്ത മനസ്സ് നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് നിന്നെയും നിന്റെ സ്വപ്നങ്ങളെയും നിന്റെ ആഗ്രഹങ്ങളെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും സമർപ്പിക്കുക. ദൈവം നമ്മിൽ വന്ന് നിറയും. ആമേൻ.